ആരാണ് ഈ ഷാജഹാൻ? അയാളുടെ കയ്യിൽ പറവൂരിന്റെ വാർത്തകൾ എങ്ങനെയാണ് എത്തിയത്? CPM-നെതിരെ ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് അയാൾക്ക് ധൈര്യം നൽകുന്നത്? CPIM-ന്റെ സംസ്ഥാന നേതാക്കൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ. അന്തരിച്ച CPM നേതാവ് സഖാവ് VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിലാണ് KM ഷാജഹാൻ ശ്രദ്ധേയനാകുന്നത് തന്നെ. 2001 മുതൽ 2006 വരെയുള്ള കാലയളവിൽ പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിപ്പിച്ചത് ഇയാൾ തന്നെയായിരുന്നു. പത്രമാധ്യമങ്ങളെ കൂട്ടിയിണക്കി ലാവ്ലിൻ കേസ്, ലോട്ടറി, പ്ലാച്ചിമട, മതികെട്ടാൻ, വൃക്ക ഇടപാട്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വാർത്തകൾ ഉണ്ടാക്കിയത് ഇയാൾ തന്നെയാണ്. ഇതിൽ പലതും അന്നത്തെ സർക്കാരിന് എതിരായിരുന്നു എന്നുണ്ടെങ്കിലും ചിലതൊക്കെ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വത്തിനും എതിര് തന്നെയായിരുന്നു. പാർട്ടിയിൽ പിണറായി വിജയനെതിരെ കരുനീക്കം നടത്താൻ ഇയാൾ മേൽ മാധ്യമ ബന്ധം ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അച്യുതാനന്ദന്റെ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇയാൾ കന്റോൺമെന്റ് ഹൗസിലെ തന്റെ അധികാരം ഉപയോഗിക്കുകയും ചെയ്തു. VS ഒഴികെ ആരും നല്ലവരല്ല എന്നും VS സംരക്ഷണത്തിന് സംഘടിക്കണം എന്നുമുള്ളതായിരുന്നു ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2006 VS-ന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി നിഷേധിച്ചു എന്ന് പ്രചരിപ്പിച്ച് കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ച് കലാപം ഉണ്ടാക്കുവാനും ശ്രമിച്ചു. പിണറായി വിജയന്റെ കോലം കത്തിച്ചും AKG സെന്ററിലേക്ക് ജാഥ നടത്തിയും കേരളം ആകെ നടന്ന പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം വഹിച്ചവരിൽ പ്രധാനി ഷാജഹാൻ തന്നെയായിരുന്നു. CPM-ലെ ഒരു വിഭാഗം നേതാക്കളും ഇയാൾക്കൊപ്പം അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അവരിൽ പ്രധാനികൾ എറണാകുളത്തും പറവൂരും ഒക്കെയാണ് എന്നുള്ള ഒരു കാര്യം ഈ അവസരത്തിൽ പറയാതിരിക്കാനും പറ്റുകയില്ല. വടക്കൻ പറവൂരിൽ പത്രക്കാരോ കോൺഗ്രസ്സുകാരോ പോലുമോ അറിയാത്ത ഒരു വാർത്ത തിരുവനന്തപുരത്തിരിക്കുന്ന ഷാജഹാന്റെ കയ്യിൽ എങ്ങനെ കിട്ടി എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങളോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചെട്ടിശ്ശേരി ഗോപാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്ത കോൺഗ്രസ്സുകാരുടെ അറിവോടെ അല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുമുണ്ട്. സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് 100 മീറ്ററിനുള്ളിൽ കോൺഗ്രസ് നേതാവ് KP ധനപാലനും ഡെന്നി തോമസും താമസിക്കുന്നുണ്ട്. വേറെയും കോൺഗ്രസ്സുകാർ അയൽ വീട്ടുകളിലുമുണ്ട്. അവരാരും അറിയാത്ത ഒരു കാര്യം പെരുമ്പടയിൽ താമസിക്കുന്ന ചെട്ടിശ്ശേരി ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് അറിയുന്നത്? ഗോപാലൻ പറയുന്നത് ഷാജഹാന്റെ ചാനൽ കണ്ടാണ് താൻ അറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അത് ഒട്ടും തീർത്തും ശരിയുള്ള ഒരു കാര്യമല്ല. അതിനു മുൻപ് തന്നെ ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗോപാലൻ ഇട്ട പോസ്റ്റ് ഏതാനും വാക്കുകളായിരുന്നു. അതിനെ ഒരു വാർത്താ രൂപത്തിലാക്കി ആരെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ പോകുന്ന വിധവും രാജൻ ജോസഫിന്റെ അഭിപ്രായത്തിൽ മുത്തുച്ചിപ്പി മോഡലാക്കി ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്ത് ഷാജഹാനെ എത്തിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? അതേ കാര്യങ്ങൾ തന്നെ മെട്രോ വാർത്തയിലും വന്നിട്ടുണ്ടായിരുന്നു. ഈ സൃഷ്ടിയും ആരുടേതാണ്? അത് പറയാൻ ഷാജഹാനും മെട്രോ വാർത്തയും തന്നെ മുന്നോട്ട് വരണം. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ വീട്ടിലും പെങ്ങൾമാരും അമ്മമാരും ഒക്കെ ഉള്ളതല്ലേ? അവരെ പറ്റി നിങ്ങൾ ഒരു അനാവശ്യം ഇങ്ങനെ എഴുതുമോ? ഇങ്ങനെ പറയുമോ? ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമോ? നിങ്ങളുടെ വീട്ടിലുള്ളവരെ പറയുമ്പോൾ അതൊരു കുറ്റവും മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളതാണോ?